അപകടമൊന്നും ഉണ്ടോ? അപകടമൊന്നുമില്ല. നമ്മളെ സ്റ്റാൻഡിൽ രണ്ട് വണ്ടി പോയി. അപ്പോൾ ഒരു വണ്ടി ഈ കിടക്കുന്ന വണ്ടിയാണ് പൂർണ്ണമായിട്ട് പോയേക്കുന്നത്. പിന്നെ ഒരെണ്ണം അപ്പുറത്ത് കിടപ്പുണ്ട്. പ്രിയപ്പെട്ടവരെ, വലിയൊരു അപകടമാണ്. കൊല്ലം ജില്ലയിലെ കോളേജ് ജംഗ്ഷനിലെ ദൃശ്യങ്ങളാണ് നമ്മളിവിടെ എത്തിയതേയുള്ളൂ. വാഹനത്തിൻ്റെ ഒരു രീതി ഒക്കെയാണ് മരം ഒടിഞ്ഞു വീണ് അതിൻ്റെ അപകട രംഗത്തിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരെത്തിക്കുന്നത്. നല്ല വണ്ടിയായിരുന്നു. ഡ്രൈവറേതാണ് ഇതാണോ? നമ്മളാണോ? ഇവിടാണോ കിടന്ന് കൊടുത്തത്? ഇവിടെ സ്റ്റാൻഡ് ഇവിടാണോ? സ്റ്റാൻഡ് ഇവിടെ ആയിരുന്നു. എങ്ങനെയായി? സമയം എന്ത് സമയത്തായത് ഒടിഞ്ഞു വീഴുന്നത്? ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. ആൾ കുറവായിരുന്നു. അല്ലെങ്കിൽ കുറച്ചുകൂടെ പിള്ളേരൊക്കെ ജ്യൂസ് കുടിക്കാനൊക്കെ വരുമായിരുന്നു. ചേട്ടൻ വണ്ടി തന്നെ ഇരിക്കുകയായിരുന്നോ? വണ്ടി തന്നെ ഇരിക്കുകയായിരുന്നു. അടുത്ത് വേറെ വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? സൗണ്ട് എങ്ങനെയായിരുന്നു? കടക്കാരനെ ഓടിയത് എങ്ങനെയാണ്? അങ്ങനെ ആ കടയുടെ മുകളിലാണ്. ഭയങ്കര സൗണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇപ്പം നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോകാം. ഇവിടെ നല്ല ജനത്തിരക്കാണ്. വലിയൊരു അപകടം തന്നെയാണ്. എന്തായാലും വലിയ അപകട രീതികൾ ഒഴിവായി എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിക്കുന്നത്. കാരണം ഓടി മാറിയിട്ടുണ്ട്. അത് വലിയ മരമാണ്. നമ്മളെ കോളേജ് ജംഗ്ഷനിൽ വർഷങ്ങളായിട്ട് നിൽക്കുന്ന ഒരു വൃക്ഷം തന്നെയാണ്. ഒരുപക്ഷെ നമുക്ക് കാണുന്ന ദൃശ്യങ്ങളെല്ലാം ഇത് 9 മണിയോടാണ് സംഭവം എന്നാണ്. എത്ര മണിയോടെ പറയാം? 9 എത്ര മണിക്കാണ് കൃത്യ സമയം? ഞാനിവിടെ ഇല്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇവിടുത്തെ വാർഡ് കൗൺസിലറാണ്. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളാണ്. സാറേ, ഏത് സമയത്താണ്? പ്രിയപ്പെട്ടവരെ, വലിയൊരു അപകട ഭീഷണി. എപ്പോഴാണ് സംഭവം അറിഞ്ഞത്? 3/4 മണിക്കൂറായി. ചിക്കടെ മൈക്ക് അടുപ്പിച്ചു. മുറിവ് അല്ലെങ്കിൽ പരിക്കൊന്നും പറ്റില്ല. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ഇവിടെ വാർഡ് കൗൺസിലർ സജി സോമൻ അവർകളാണ് ഇപ്പോൾ നമ്മുടെ അടുത്ത് പറയുന്നത്. പക്ഷേ ഇവിടെ അപകട ഭീഷണിയും ഒക്കെ ഒഴിവായെന്നുള്ളതാണ് നമുക്ക് പറഞ്ഞാൽ. 2 വണ്ടികളുടെ മുകളിൽ 2 വണ്ടി തകർന്നിരിക്കുകയാണ്. വണ്ടിയുടെ ദൃശ്യങ്ങൾ നമ്മൾ എടുത്തു. എല്ലാവരും കൂടെ ഒഴിഞ്ഞു മാറി. ഒരു ബൂത്ത് ഒരു വിൽമ ബൂത്ത് അതും കൂടെ അതേ കൂടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സംഭവം കണ്ടായിരുന്നോ? അറിഞ്ഞു വന്നേത്. എന്തായാലും വലിയ അപകടത്തിൽ രക്ഷപ്പെട്ട് പറയാം. ഇവിടെ ഒരുപാട് നിരവധി ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ്. നമ്മുടെ കൊല്ലം ജില്ലയിൽ എക്സം കോളേജ് ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നിരവധി ആൾക്കാർ കടയുടെ മേളിൽ നിന്നും തടി മാറ്റം ചെയ്യാനുള്ള ഏറ്റവും വലിയ ഫയർഫോഴ്സിന്റെ അഭ്യാസമാണ്, അല്ലെങ്കിൽ അവർ ആ നീക്കം ചെയ്യാനുള്ള ശ്രമമാണ് ഇപ്പോൾ നമുക്ക് കാണുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്നത് അങ്ങനെ തന്നെയായിരിക്കും. നീക്കം ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ്. വളരെ ഏറ്റവും വലിയ മരമാണ്, വലിയ വൃക്ഷമാണ്, ചെറുനിസ്സാരമല്ല. 10, 20, 50 പേരെ വന്ന് പിടിച്ചു മാറ്റുന്നതല്ല. വളരെ വൻ ദുരന്തമാണ് ഇപ്പോൾ ഒഴിവായിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. തുറന്നിരിക്കുന്ന കടകളാണ്. ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട്. കച്ചവട സമയമായിരുന്നു. അതിൻ്റെ കൊലയൊക്കെ തൂങ്ങി കിടക്കാൻ കാണാം. ഇത് ഏതാണ്ട് കടയുടെ പുറത്ത് ആകെ തകർന്നിരിക്കുകയാണ് ഈ കട. എന്തായാലും മൊത്തത്തിലെ ആളപകടം വരാതിരിക്കുന്നതിൽ വളരെയേറെ ഭാഗ്യമുണ്ടായിരുന്നു. പ്രാർത്ഥിക്കാം.
ഫോണിൽ പൊട്ടിച്ചിരിക്കുന്നു, കമ്പി പ്ലെയർ കൊണ്ട് തന്നെ അവർ തകർത്തിരിക്കുന്നു. അത് കട്ട് ചെയ്ത് മാറ്റിയിരിക്കുന്നു. അപ്പോൾ അടുത്ത എല്ലാം ഇവരുടെ ഈ ഒരു ജോലി തന്നെയാണ്. ഒരേ പാകങ്ങൾ അവർ നീക്കം ചെയ്യുകയാണ്. ഒരേ പാകങ്ങൾ നീക്കം ചെയ്തു വരുന്ന ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണുന്നത്. ഒരേ പാകങ്ങളും നീക്കം ചെയ്തെങ്കിൽ മാത്രമേ ഈ തടി ഇവിടുന്ന് നീക്കം ചെയ്യാൻ പറ്റൂ. അതിൻ്റെ ഒരു ശ്രമങ്ങളാണ് നടത്തുകൊണ്ടിരിക്കുന്ന കാഴ്ചകളിൽ കാണുന്നതും നമുക്ക് പ്രേക്ഷകരെ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ കടയുടെ ഉടമയെ അവർ വിളിക്കുകയാണ്. കടയുടെ ഉടമ ആരാണെന്നൊന്നും അറിയുന്നില്ല. കടയുടെ ഉടയാണ് നടന്നു വരുന്ന ആള്. അദ്ദേഹമാണ് ഇതിന്റെ കൊല വാങ്ങിപ്പോകുന്നത്. ദൃശ്യങ്ങളിൽ കാണാം. കൊല വാങ്ങിപ്പോകുന്നത് ദൃശ്യങ്ങൾ തന്നെ കാണുന്നത്. നോക്കി തീർച്ചയായിട്ടും ദൃശ്യങ്ങളിൽ കൊല വാങ്ങി വലിയൊരു അപകടം തന്നെയാണ് നമുക്ക് ഇപ്പം നീക്കം ചെയ്യുന്നത്. ഒരുവിധം കടയുടെ വാതിലുകളൊക്കെ ഒരുമാതിരി കാണാൻ സാധിക്കും. കടയ്ക്കകം പോയിട്ട് കടയുടെ വെട്ടം കാണാൻ പറ്റും. കട എന്ന് പറഞ്ഞാൽ നമുക്ക് മരം കൊണ്ട് മൂടിപ്പോയി ഈ കട ഒതുങ്ങി കളഞ്ഞ്. അതുകൊണ്ട് ആ ദൃശ്യങ്ങളിലൊക്കെ പോകാൻ നമുക്ക് കടയിൽ സാധനങ്ങളൊക്കെ അടുത്ത കടയിലേക്ക് നീക്കം ചെയ്യുന്ന ആ ദൃശ്യങ്ങൾ കാണാൻ നമുക്ക്. കടയിൽ മറ്റൊരു കടയിലോട്ട് നീക്കം പാർപ്പിക്കുകയാണ്. ഈ കടയിൽ നിന്നുള്ള ഒരുപാട് സാധനങ്ങളൊരു കടയാണ്, കച്ചവടമുള്ളതാണ്. ആ കടയിൽ തന്നെയാണ്. പക്ഷേ ഒരുപാട് നഷ്ടങ്ങൾ കാണാൻ സാധിക്കും. കാരണം കടയിലുള്ള സാധനങ്ങൾ നീക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാഴ്ചകളിൽ തന്നെ കാണാം. തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകരെ കാണുന്ന കാഴ്ചകൾ. കടയിലെ സാധനങ്ങളെല്ലാം അടുത്ത കടയിലേക്ക് നീക്കം ചെയ്ത് മാറ്റുവാണ്. ഒരുപാട് സാധനങ്ങളുള്ളൊരു കടയാണ്. നമുക്കൊക്കെ അറിയാവുന്നൊരു കടയാണ്. ഒരുപാട് ജനങ്ങൾ തിങ്ങുന്ന അല്ലെങ്കിൽ വെള്ളം കുടിക്കാനായി ഈ സമയത്ത് ചൂട് സമയത്തൊക്കെ വൃക്ഷങ്ങളുടെ ചവിട്ടി ജനങ്ങൾ തണൽ തേടിയെത്തുന്ന ഒരു മാസവും കൂടാണ് ഈ മാസം. വേനൽക്കാലമാണ്. ഇപ്പോൾ നമുക്കറിയാം പല സ്ഥലങ്ങളിലും വൃക്ഷങ്ങളുടെ മേഖല അല്ലെങ്കിൽ വൃക്ഷങ്ങളെ തേടിയെത്തുന്ന മലയാളികൾ ഒരുപക്ഷെ നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് പേര് ചൂടിനെ അതിജീവിച്ചുകൊണ്ട് ജീവിക്കുന്ന ജനങ്ങളാണ് നമ്മുടെ നാട്ടുകാർ. ഈ ചൂട് കാല സമയത്ത് വീട്ടിൽ പോലും ഇരിക്കാതെ വൃക്ഷങ്ങളുടെ ചുവട്ടിലാണ് ഒരുപക്ഷെ എല്ലാവരും ചെന്നിരിക്കുന്നത്, നമ്മളടക്കം. അപ്പോൾ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടെന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. കവരങ്ങൾ നീക്കുകയാണ്. ആ കടയുടെ മുകളിലേക്ക് വലിയൊരു ശിവരം ഇരിക്കുകയാണ്. അത് അവിടെ നിന്ന് നീക്കം ചെയ്യുന്ന ശ്രമമാണ് നടക്കുന്നത്. മരം ഒരേ ഭാഗം നീക്കം ചെയ്യുകയാണ്. കട മൂടി നിന്നാണ് മരം
മരം ഒടിഞ്ഞ് കടയുടെ മുകളിൽ ഒരു കംപ്ലീറ്റ് വീണ് മറിഞ്ഞ് കട കാണാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. अरे